പിടിമുറുക്കി കേന്ദ്ര ഏജൻസികൾ. ന്യൂസ് 18 ബ്രേക്കിംഗ്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ കടുത്ത നീക്കവുമായി കേന്ദ്ര ഏജൻസികൾ. UAPA ചുമത്തിയിട്ടില്ലെങ്കിൽ കേസ് നേരിട്ട് ഏറ്റെടുക്കാനാണ് നീക്കം. ഷാരൂഖിന്റെ ഭീകരബന്ധം കണക്കിലെടുത്ത് NIA കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് അന്വേഷണത്തിന് അനുമതി തേടും. അതിനിടെ പ്രതി ഷാരൂഖ് സൈഫി ആദ്യം എത്തിയത് ഷൊർണൂരിലെന്ന് തെളിയുകയാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള പമ്പിൽ നിന്നാണ് ഷാരൂഖ് പെട്രോൾ വാങ്ങിയത്. ഷൊർണൂർ കുളപ്പള്ളി റോഡിലെ ഇന്ത്യൻ ഓയിൽ പമ്പിൽ നിന്ന് പോലീസ് CCTV ദൃശ്യമെടുത്തതായി മാനേജർ അറിയിച്ചു. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത പമ്പ് ഒഴിവാക്കി ഇവിടെ നിന്ന് വാങ്ങിയത് ആസൂത്രിതമെന്നും പോലീസ് സംശയിക്കുന്നു. CCTV ദൃശ്യങ്ങൾ ഈ പമ്പിൽ നിന്ന് പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഭീകരവാദം സ്ഥിരീകരിക്കാതിരിക്കുകയാണ് പോലീസ്. മറ്റന്വേഷണങ്ങളും ചോദ്യം ചെയ്യലും നടക്കുന്നു. ട്രെയിൻ തീവെപ്പ് കേസിലെ വളരെ നിർണായകമായ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. പെട്രോൾ വാങ്ങിയിരിക്കുന്നത് ഷൊർണൂരിൽ നിന്നാണ്. CV അനുമോദ് ചേരുന്നു. അനുമതി, എങ്ങനെയാണ് NIA നീക്കങ്ങൾ? തീർച്ചയായും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവിലേക്ക് ഈ അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരള പോലീസിനെ സംബന്ധിച്ച് ഇന്നലെ മുതലാണ് ഈ പ്രതിയെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത്. ഈ പ്രതി പെട്രോൾ വാങ്ങിച്ചത് ഷൊർണൂരിൽ നിന്നാണ് കേരള പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ UAPA ചുമത്തുന്നില്ല എന്ന ചോദ്യമാണ് ഈ വളരെ വിമർശനാത്മകമായിട്ട് കേരള പോലീസിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതും ഉയർന്നുകൊണ്ടിരിക്കുന്നതും. കൃത്യമായിട്ടുള്ള അന്വേഷണം, ഈ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് പോകൂ എന്നാണ് കേരള പോലീസിന്റെ നിലപാടുള്ളത്. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ് എന്ന് കഴിഞ്ഞ ദിവസം ഈ അന്വേഷണങ്ങൾക്ക് ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ADGP MR അജിത് കുമാർ വ്യക്തമാക്കിയിരുന്നു. അപ്പോഴും ഈ കേരള പോലീസിന്റെ ഇത്തരത്തിലുള്ളൊരു വെള്ളപ്പോക്ക് ഉണ്ട് എന്നാണ് NIAയുടെയും ദേശീയ അന്വേഷണ ഏജൻസികളുടെയും ഒക്കെ വിമർശനമുള്ളത്. ആ സാഹചര്യത്തിലാണ് ആ കേസ് നേരിട്ട് ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. 5 ദിവസത്തിനകം ഈ ഇത്തരത്തിലുള്ള ഒരു UAPA ചുമത്തിക്കൊണ്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ കേസ് നേരിട്ട് ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ NIAയുടെ നിലപാടായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു ദേശീയ പ്രാധാന്യമുള്ള രാജ്യശ്രദ്ധ മുഴുവൻ പിടിച്ചുപറ്റിയ ഒരു കേസാണ് ഈ എലത്തൂരിലെ ട്രെയിൻ തീവെപ്പ് കേസ്. ഈ കേസ് അന്വേഷിക്കുന്ന കേരള പോലീസ് വേണ്ട തരത്തിൽ ഒരു സഹകരണം കേന്ദ്ര ഏജൻസികളുമായിട്ട് നടത്തുന്നില്ല എന്ന വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ കേരള പോലീസ് ഇതെല്ലാം തന്നെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത്തരത്തിലല്ല സാഹചര്യങ്ങൾ ഇപ്പോൾ പ്രാരംഭ ദശയിലായതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ തടസ്സമുണ്ട്. എല്ലാ ഏജൻസികളും ഈ അന്വേഷണത്തിന് സഹകരിക്കുന്നുണ്ട് എന്ന തരത്തിലേക്ക് കേരള പോലീസ് പറയുമ്പോൾ പോലും ഒരു നിസ്സഹകരണം ഈ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ തമ്മിൽ, അന്വേഷണ ഏജൻസി തമ്മിൽ ഒരു നിസ്സഹകരണമുണ്ട് എന്ന തരത്തിലേക്ക് തന്നെയാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. കേരള പോലീസിനെ സംബന്ധിച്ച് ഈ പ്രതിയെ വിശദമായ ചോദ്യാവലികളുടെ അടിസ്ഥാനത്തിൽ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമേ തെളിവെടുപ്പിലേക്ക് അടക്കം നീങ്ങാൻ സാധിക്കൂ എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത്. പെട്രോൾ വാങ്ങിച്ചത് ഷൊർണൂരിൽ നിന്നാണ് എന്നൊരു പുതിയ വിവരം, അല്ലെങ്കിൽ അതുമാത്രമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പോലീസിന് ഈ പ്രതിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഷൊർണൂരിൽ നിന്നും പെട്രോൾ പമ്പിലെ CCTVയിൽ നിന്നും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇനി ഈ വിവരങ്ങളെല്ലാം കൃത്യമായി കോർഡിനേറ്റ് ശേഖരിച്ച ശേഷമായിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. അപ്പോഴും UAPA ചുമത്തേണ്ട സാഹചര്യമായോ, ഈ പ്രതിക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, ഇയാളുടെ സഹായികളായിരിക്കുകയാണ്, ഇയാളെ ഈ ഒരു ലക്ഷ്യത്തിന് നിർദ്ദേശിച്ചതാരാണ്, എന്തെല്ലാം മോട്ടീവുകളാണ് ഈ കേരളത്തിൽ ഒരു പരിചയവുമില്ലാത്ത ആദ്യമായി കേരളത്തിലെത്തുന്ന ഒരു ഡൽഹിക്കാരനായ അല്ലെങ്കിൽ ഉത്തരേന്ത്യക്കാരനായ ഇയാൾക്ക് ഉണ്ടായിരുന്നത് എന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് പോലീസിന് മുമ്പിലുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് UAPA ചുമത്തുന്നതിൽ കാലതാമസം വരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്നാണെങ്കിലും കേരള പോലീസും ദേശീയ അന്വേഷണ ഏജൻസിയും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു വേണ്ടത്ര സ്വരച്ചേർച്ച ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തീവ്രവാദ അല്ലെങ്കിൽ ഭീകരവാദ ബന്ധം അല്ലെങ്കിൽ അത്തരത്തിലൊരു മോട്ടീവ്, അത്തരത്തിലൊരു ഉദ്ദേശം ഈ ഒരു തീവെപ്പിൽ ഉണ്ട് എന്ന് ദേശീയ അന്വേഷണ ഏജൻസികൾ
വളരെ വ്യക്തമായിട്ട് തന്നെ അവകാശപ്പെടുമ്പോൾ പറയുമ്പോൾ കേരള പോലീസ് അന്വേഷണം പ്രാരംഭ ദശയിലായതുകൊണ്ട് ഒരു നിഗമനത്തിലേക്ക് എടുത്തുചേടാനാകില്ല എന്ന നിലപാടിലാണുള്ളത്. ഇതാണ് രണ്ട് ഏജൻസികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ ഈ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കേരള പോലീസ് കൂടുതൽ വകുപ്പുകൾ ചേർക്കുമോ, UAPA ചുമത്തുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. അതോടൊപ്പം തന്നെ കേരള പോലീസ് UAPA ചുമത്തിയില്ലെങ്കിൽ കേസ് എങ്ങനെ ഏറ്റെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ പ്രധാനമായിട്ടും ആലോചിക്കുന്നത്. ശരി, അനുമോദ തുടരാമോ? പ്രസാദ് ഉടുമ്പശ്ശേരി കൂടി ചേരുന്നുണ്ട്. പ്രസാദ്, ഷൊർണൂരിൽ നിന്നാണ്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് മാറിയുള്ള പമ്പിൽ നിന്നാണ് ഇന്ധനം വാങ്ങിയത് എന്നുള്ള കാര്യങ്ങൾ പുറത്തുവരുന്നു. പമ്പിൽ മാനേജർ എന്താണ് പറയുന്നത്? പോലീസ് എങ്ങനെയാണ് ഇത് വന്ന് വാങ്ങിയത്? കാരണം സ്റ്റേഷനടുത്ത് മറ്റൊരു പമ്പ് ഉണ്ടായിട്ടും ഇവിടെ നിന്ന് വാങ്ങാനുള്ള കാരണങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ടാകും. എന്താണ് വിവരങ്ങൾ? ധന്യ, ഷൊർണൂരിൽ നിന്നും സംഭവ ദിവസം അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പെട്രോൾ മേടിച്ച് പോയത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അന്ന് 2 കന്നാസിലായി 4 ലിറ്റർ പെട്രോൾ മേടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് നിന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വരികയും അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് CCTV ഉൾപ്പെടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിരവധി ഓട്ടോറിക്ഷക്കാരുണ്ട്. നമുക്ക് അവരോട് തന്നെ ഓട്ടോ ഡ്രൈവർമാരോട് തന്നെ ചോദിച്ചു നോക്കാം. ചേട്ടാ, ഈ കഴിഞ്ഞ ദിവസം ഈ കേസുകളൊക്കെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇവിടുത്തെ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നിന്നാണ് ഇങ്ങനെ എണ്ണ മേടിച്ച് പോയതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഓർമ്മയിലെങ്കിലും ആ സംഭവ ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ? ഞങ്ങൾക്ക് പങ്കുവെക്കാനില്ല. ഞാനിവിടെ നിന്ന് വന്നിട്ട് ഓടാൻ വന്നിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ പൂര കാര്യങ്ങളായിട്ട് ഞങ്ങൾ കുറച്ച് ദിവസം ലീവ് ആയിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്കറിയാം. ഈ സാധാരണഗതിയിൽ ഇങ്ങനെ ഈ ട്രെയിനിൽ വന്ന യാത്രക്കാർ വളരെ അപൂർവമായിരിക്കുമല്ലോ ഇങ്ങനെ പെട്രോൾ മേടിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ശ്രദ്ധയിലേക്ക് വരുമല്ലോ. ഈ ഒരുപാട് യാത്രക്കാർ വരുന്നതാണ്. പെട്രോൾ മേടിച്ചാൽ ഒന്നാമത് ഞങ്ങൾ ഇതിനുള്ളിൽ നല്ല പുറത്തത്തെ വണ്ടിക്കാരാണ് പോയി വരാറ്. അതുകൊണ്ട് ഇവിടുന്ന് ആവാൻ ചാൻസ് ഇല്ല. പുറത്തുനിന്ന് വണ്ടി ആവും വിളിച്ചു പോയിണ്ടാവും. അതിനാണ് സാധ്യത. അതായത് ടൗണിലെ ടൗണിൽ നിന്നല്ല, പുറത്ത് കുറച്ച് വണ്ടികൾ ഉണ്ട്. അവിടുന്ന് വിളിക്കാറുള്ളൂ. പോയി വരേണ്ട കേസൊക്കെ അവിടേക്കാണ് വിടാറ്. അതായത് ഇവിടുന്ന് പോയിട്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരേണ്ടത് ചെറിയ ഓട്ടങ്ങളൊക്കെ പോയി വെയിറ്റ് ചെയ്ത് വരേണ്ട കേസൊക്കെ അവരാ പോവാറ്. അപ്പൊ നിങ്ങൾ ദൂര ഓട്ടങ്ങളാണോ? അങ്ങനല്ല, പോയി വരുന്നത്. ഇവിടെ കുറെ നേരം നിന്നിട്ട് ഒരു ടോക്കൺ ആവുള്ളൂ. പുറത്തുനിന്നാകുമ്പോൾ സൈഡ് അവിടുന്ന് വരുന്നവരെ ബാറിന്റെ ഓട്ടൊക്കെ ഉള്ളതുകൊണ്ട് പ്രീപെയ്ഡ് ബൂത്താണോ? ഇല്ല, ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണല്ലോ. അങ്ങനല്ല, എല്ലാം പോകും. പോയി വരാനുള്ളത് അവര് വെയിറ്റ് ചെയ്ത് വരണം പറയുമ്പോൾ അവിടുന്ന് പോയിട്ട് വരും. ഇവിടെ തൊട്ടടുത്ത് ഈ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് വരവ്, എന്തെങ്കിലും പെട്ടെന്ന് സാധനം വാങ്ങി വരും, ATM പോയിട്ട് വരിക, അതെല്ലാം പുറത്തുനിന്ന് പോകും. ഞങ്ങളും പോകും. അർജന്റൊക്കെ ആണെങ്കിൽ ഞങ്ങളും പോകും. എന്ത് കേസ് നമുക്ക് അത്ര ഐഡിയ ഇല്ല. ആരാന്നുള്ളത് നമുക്ക് ഒന്നാമത് ഞാൻ ഇപ്പം ഇന്ന് വന്നിട്ടേ ഉള്ളൂ. ഞങ്ങളവിടെ പോരാ. തീർച്ചയായിട്ടും ഇപ്പം നിങ്ങളോട് ചോദിച്ചതേ ഉള്ളൂ. തൊട്ടടുത്തൊരു പമ്പുണ്ട്. അപ്പം ഈ പമ്പ് കടന്ന് പിന്നെ അപ്പുറത്തേക്കുള്ള ഒരു പമ്പിലാണ് പോയിട്ടുള്ളത്. സാധാരണ ആ പമ്പിൽ വൈകുന്നേരങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് തന്നെ. അതെ, 10 മണി വരെ. 10 മണി വരെ ഉള്ളതാണ്. ഈ പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ തേടി ഇവിടെ വന്നിട്ടുണ്ടോ? അതൊക്കെ കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഇതിന്റെ ഒരു കേസൊന്നും അന്വേഷിച്ചിട്ട് പിന്നെ ഇതാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ അകത്ത് നിൽക്കുന്നത്, റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിൽക്കുന്ന ഓട്ടോകൾ കൂടുതലും ദൂര ഓട്ടങ്ങളാണ്. അതായത് യാത്രക്കാർ അല്പം ദൂര ഓട്ടങ്ങളാണ് സാധാരണ നടത്താറുള്ളത്. തൊട്ട് മുമ്പിലുള്ള ടൗൺ ലോക്കൽ ഓടുന്നത്, അതായത് വളരെ കുറഞ്ഞ ദൂരം ഓടുന്ന വണ്ടികളെല്ലാം തന്നെ ഈ കോമ്പൗണ്ടിന് പുറത്തു നിന്നാണ് കയറാറുള്ളത്. അതുകൊണ്ട് തന്നെ ആരാണ് എന്നെ സംബന്ധിച്ചൊന്നും അറിയില്ല. നമുക്കങ്ങനെ പെട്ടെന്ന് ഇവർ ഓർമ്മയിലില്ല. നിരവധി യാത്രക്കാർ, നൂറുകണക്കിന് യാത്രക്കാർ വന്നു പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓർമ്മയിലേക്ക് പെട്ടെന്നൊന്നും ആളുകളുടെ ശ്രദ്ധയിലേക്ക് വരുന്നതല്ല. എന്തായാലും CCTV ദൃശ്യങ്ങളിൽ ഇതെല്ലാം ലഭ്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ വരികയും പിന്നീട് ആ ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ 2 കന്നാസിലായി 4 ലിറ്റർ പെട്രോൾ മേടിച്ചു പോയി എന്നുള്ളതാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് എന്തായാലും തെളിവെടുപ്പിന്റെ ഭാഗമായി പ്രതിയെ ഇവിടെ കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്. അതെല്ലാം വരും ദിവസങ്ങളിലാണ് ഉണ്ടാകുക. ഈ അന്വേഷണത്തിൽ വളരെ നിർണായകമായ വിവരങ്ങളാണ് പോലീസ് ലഭിച്ചിട്ടുള്ളത്. ഈ സംഭവത്തിന് വേണ്ടി പെട്രോൾ ശേഖരിച്ചത് ഷൊർണൂരിൽ നിന്നുമാണ് എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള വിവരം. ശരി, നന്ദി പ്രസാദ്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ കടുത്ത നീക്കവുമായി കേന്ദ്ര ഏജൻസികൾ. UAPA ചുമത്തിയില്ലെങ്കിൽ കേസ് നേരിട്ട് ഏറ്റെടുക്കാനാണ് നീക്കം. ഷാരൂഖിന്റെ ഭീകരബന്ധം കണക്കിലെടുത്ത് NIA കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് അന്വേഷണത്തിന് അനുമതി തേടും. അതിനിടെ പ്രതി ഷാരൂഖ് സൈഫി ആദ്യമെത്തിയത് ഷൊർണൂരിലെന്ന് തെളിയുകയാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള പമ്പിൽ നിന്നാണ് ഷാരൂഖ് പെട്രോൾ വാങ്ങിയത്. ഷൊർണൂർ കുളപ്പള്ളി റോഡിലെ ഇന്ത്യൻ ഓയിൽ പമ്പിൽ നിന്ന് പോലീസ് CCTV ദൃശ്യമെടുത്തതായി മാനേജർ അറിയിച്ചു.
റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത പമ്പ് ഒഴിവാക്കി ഇവിടെ നിന്ന് വാങ്ങിയത് ആസൂത്രിതമെന്ന് പോലീസ് സംശയിക്കുന്നു. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഇപ്പം ഈ പമ്പിന്റെ വിഷയത്തിൽ പോലീസ് ഇക്കാര്യം ഈ പെട്രോൾ വാങ്ങിയ വിഷയം ആസൂത്രിതം എന്ന് പറയുന്നുണ്ട്. ഇതിന് പിന്നിൽ ഭീകരവാദം ഉറപ്പിച്ചിരിക്കുന്നു കേന്ദ്ര ഏജൻസികൾ. പക്ഷേ ഇവിടെ ഈ കൃത്യത്തിന് പിന്നിൽ ആര് ഗൂഢാലോചന ഉണ്ടോ എന്നതടക്കമുള്ള പ്രാഥമിക വിവരങ്ങൾ പോലും ഈ ആദ്യഘട്ടം എന്നോണം അത് ശേഖരിക്കുകയായിരിക്കും ലക്ഷ്യം. പക്ഷേ ഒന്നിലേക്കും എത്തിയിട്ടില്ല. ഈ ഒരു പെട്രോൾ പമ്പിൽ നിൽക്കുകയാണ് അന്വേഷണം. സ്വാഭാവികമായിട്ടും കേന്ദ്രവും കേരള പോലീസും തമ്മിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസവുമുണ്ട്. അതുകൊണ്ടായിരിക്കുമോ ഈ തെളിവെടുപ്പ് പോലെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള കാലതാമസം? ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന് ഈ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാൻ യഥാർത്ഥത്തിൽ അവസരം കിട്ടിയിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം മുതലാണ്. കാരണം അതിന് തലേ ദിവസം ഇവിടെ എത്തിച്ച് ഈ ക്യാമ്പിൽ വെച്ച് അല്പസമയം മാത്രമാണ് ചോദ്യം ചെയ്തത്. അതിനുശേഷം അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മണിക്കൂറുകൾ നീളുന്ന പരിശോധനകളായിരുന്നു. തുടർന്ന് വൈകുന്നേരമാണ് അയാൾക്ക് കരളിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് നേരിട്ടെത്തി കോടതി നടപടികൾ നടത്തുന്നു, ജയിലിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തില്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമെല്ലാം ഇഴയുമെന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് ഇന്നലെ വൈകുന്നേരം തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ഊർജിത നടപടി സ്വീകരിച്ചതും കോടതിയിൽ ഇയാളെ ഹാജരാക്കുകയും തുടർന്ന് കസ്റ്റഡിയെടുക്കുകയും ചെയ്തു. അപ്പോൾ മണിക്കൂറുകൾ നീളുന്ന ഈ ചോദ്യം ചെയ്യലിന് ഇന്നലെ വൈകുന്നേരം മുതൽ മാത്രമാണ് പോലീസിന് ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പെട്രോൾ അല്ലെങ്കിൽ വാങ്ങിച്ച കാര്യം പോലീസിനോട് ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു കേസ് രാജ്യ ശ്രദ്ധ മുഴുവൻ പിടിച്ചുപറ്റിയൊരു കേസിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ കർശനമായ ജാഗ്രത പോലീസ് എടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും പല പ്രശ്നങ്ങൾ, അതായത് പ്രതിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് മുതൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ നടപടികളിൽ വലിയ വിമർശനവും പോലീസിന് ശ്രദ്ധക്കുറവ് വന്നു എന്നൊരു കുറ്റപ്പെടുത്തലുമൊക്കെ വലിയ തോതിൽ ഉയരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു ജാഗ്രതയിലാണ് പോലീസ് നടപടി സ്വീകരിക്കുന്നത്. എന്തുകൊണ്ട് UAPA ചുമത്തുന്നില്ല എന്ന ചോദ്യത്തിന് ഇതുവരേക്കും അത് ചുമത്താൻ വേണ്ട വിവരങ്ങൾ ഇയാളിന്ന് ലഭിച്ചിട്ടില്ല എന്നൊരു വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്കൊക്കെ ലഭിക്കുന്നത്. കാരണം ഈ ഒരു കുറ്റകൃത്യം ഇയാൾ ഒറ്റയ്ക്കല്ല ചെയ്തത് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. പക്ഷേ ഡൽഹിയിൽ നിന്നും ഇതുവരെ കേരളത്തിലെത്താത്ത ഒരാൾ കേരളത്തിലെത്തി ഇത്തരത്തിലൊരു കൃത്യം ചെയ്യുമ്പോൾ അതിന് കൃത്യമായ മോട്ടീവുണ്ട്, അതിന് കൃത്യമായ ചില ആളുകൾ അതിൻ്റെ പിന്തുണ നൽകിയിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിലേക്കൊക്കെ എത്തുന്ന തരത്തിലേക്ക് വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഭീകരവാദ അല്ലെങ്കിൽ അത് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു നിലപാടാണ് പോലീസിനുള്ളത്. പക്ഷേ ഈ ഒരു കുറ്റകൃത്യം നടന്ന് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പ്രതിയെ പിടികൂടി 48 മണിക്കൂറിലധികം സമയമായിട്ടും ഈ കുറ്റകൃത്യം ഒരു ഭീകരവാദത്തിൻ്റെ ഗണത്തിൽപ്പെടുന്നതാണ് എന്ന് ഉറപ്പായിട്ടും എന്തുകൊണ്ട് UAPA ചുമത്തുന്നില്ല എന്ന ചോദ്യമാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ ഉന്നയിക്കുന്നത്. ആ ഒരു കാലതാമസം, അതായത് വിശദമായ ചോദ്യം ചെയ്യലിൽ ആവശ്യത്തിന് വിവരങ്ങൾ ലഭിച്ച് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ UAPA ചുമത്തുവാൻ പോലീസ് ശ്രമിക്കുമ്പോൾ ഈ സമയം എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ UAPA ചുമത്തില്ല എന്ന ചോദ്യമാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ ഉന്നയിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ എന്ന സംശയങ്ങളും സ്വാഭാവികമായിട്ടും വിമർശനങ്ങളായിട്ടൊക്കെ തന്നെ ഉയരുന്നതാണ് എന്ന് നമുക്ക് പറയാതെ പറ്റില്ല. കാരണം UAPA ചുമത്തുകയാണെങ്കിൽ NIA കേസിൽ നേരിട്ട് ഇടപെടാനും അവരുടെ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും. അതിനെതിരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യം ഇപ്പോൾ തന്നെ ഒരുക്കേണ്ടതില്ല എന്ന തരത്തിലേക്കുള്ള ഒരു വിമർശനവും ചില ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. എന്നാണെങ്കിലും ഈ ഒരു അന്വേഷണം സംബന്ധിച്ച് കേരള ഏജൻസികൾ തമ്മിൽ ഒരു സമന്വയമില്ലാത്ത അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ശരി, നന്ദി. അനുമോദ്. പ്രസാദ് ഉടുമ്പശ്ശേരി കൂടി ചേരുന്നുണ്ട്. പ്രസാദ്, ഈ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത പമ്പ് ഒഴിവാക്കി മറ്റൊരു പമ്പിൽ നിന്നാണ് പെട്രോൾ വാങ്ങിയിരിക്കുന്നത് പ്രതി എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ പോലീസിന് വ്യക്തമായിട്ടുണ്ടാവും. ഷൊർണൂരിലായിരിക്കാം ഒരുപക്ഷെ ഡൽഹിയിൽ നിന്ന് എത്തി പ്രതി ഇറങ്ങിയത്. അവിടെ നിന്ന് ഗൂഢാലോചനയുടെ ഭാഗമായിരിക്കാം ഈ പെട്രോൾ പമ്പ് തെരഞ്ഞെടുത്തത് എന്നൊക്കെയുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്താറായിട്ടുണ്ടോ? അവിടെ നിന്ന് കൂടുതലായിട്ടുള്ള തെളിവുകൾ എന്തെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ധന്യ, ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകളൊന്നും തന്നെ പോലീസിന് ഷൊർണൂരിൽ നിന്നും ലഭിച്ചു എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്,
ഇവിടെ നിന്നും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം പൊതുവാൾ ജംഗ്ഷനിലുള്ള, അതായത് ഷൊർണൂരിൽ നിന്നും കൊളപ്പള്ളിയിലേക്ക് പോകുന്ന പൊതുവാൾ ജംഗ്ഷനിലുള്ള പെട്രോൾ പമ്പിൽ നിന്നാണ് ഈ പ്രതി ഷാറൂഖ് സൈഫി പെട്രോൾ മേടിച്ചിട്ടുള്ളത്. അത് 2 കന്നാസുകളിലായി 4 ലിറ്റർ പെട്രോൾ മേടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 4 മണിയോടുകൂടിയാണ് കോഴിക്കോട് നിന്നുള്ള അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും അവർ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് മടങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി, പെട്രോൾ പമ്പിൽ വന്നിറങ്ങി പെട്രോൾ മേടിച്ച് പോയി എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. അന്ന് 7:15 ഷൊർണൂരിൽ നിന്നും ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ഷൊർണൂരിൽ നിന്നും പുറപ്പെടുന്ന സമയം. അതിനൊരു സാധാരണഗതിയിൽ കൃത്യസമയത്താണെങ്കിൽ 7:10 അല്ലെങ്കിൽ 7 ആ സമയത്ത് ഈ ട്രെയിൻ വരികയും ചെയ്യും. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു പകൽ സമയം ഇയാൾ എന്ത് ചെയ്തിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഷൊർണൂരിൽ എന്ത് ചെയ്തിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ എത്ര സമയം ഷൊർണൂരിൽ തങ്ങി, എപ്പോഴാണ് ഷൊർണൂരിൽ വന്ന് ഇറങ്ങിയിട്ടുള്ളത്, അതുവരെയുള്ള എവിടെയാണ് ചെലവഴിച്ചത് എന്നുള്ളതെല്ലാം ഈ പോലീസ് പരിശോധിച്ചു വരുന്നു. എന്തായാലും എടുത്തു പറയേണ്ടത്, തൊട്ടടുത്ത്, അതായത് ഇവിടെ നിന്ന് 500 മീറ്റർ മാറിയാൽ തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അവിടെ പോകാതെ എന്തുകൊണ്ട് ദൂരസ്ഥലം അതിൽ നിന്ന് മാറി പൊതുവാൾ ജംഗ്ഷനിലുള്ള പെട്രോൾ പമ്പിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ തന്നെ കരുതിക്കൂട്ടി ആസൂത്രിതമായി ഒരു എവിടെ നിന്ന് ഇന്ധനം മേടിക്കണം, ഇതെല്ലാം മേടിക്കണം എന്ന് സംബന്ധിച്ച് നേരത്തെ തന്നെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. അതല്ല ഇവിടെ നിന്ന് വന്നിറങ്ങി, അതായത് ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് പല വഴികളുണ്ട് പുറത്തേക്ക് വരാൻ. ഇപ്പോൾ നേരെ നമ്മൾ നിൽക്കുന്നത് പ്രധാനപ്പെട്ട ജംഗ്ഷനിലേക്കാണ്. ഇവിടെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ റെയിൽവേ ഈ കോമ്പൗണ്ടിലുള്ള ഓട്ടോറിക്ഷകളാണുള്ളത്. ഇതിന്റെ പുറത്തും നമ്മൾ നേരത്തെ അവരോട് സംസാരിച്ചതാണ്, ഇതിന്റെ പുറത്തും ചെറിയ സംഘം അവിടെ തന്നെ തുടരാനല്ലേ സാധ്യത? കാരണം ഷൊർണൂരിൽ എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങളിലേക്ക് വിശദമായ ഒരു അന്വേഷണം തന്നെ നടക്കില്ലേ? എങ്ങനെയാണ് പദ്ധതി എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണോ? തീർച്ചയായും അതെല്ലാം തന്നെ ഈ ചോദ്യം ചെയ്യലിൽ തന്നെ വ്യക്തമാകുകയുള്ളൂ. കാരണം ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഷൊർണൂരിൽ ആരെങ്കിലും ഇത് മേടിക്കുന്നതിന് സഹായങ്ങൾ നൽകിയിരുന്നോ, ഇയാൾ ഒറ്റയ്ക്കാണോ പോയിരുന്നത്, എന്തുകൊണ്ട് ആ പെട്രോൾ പമ്പിനെ തെരഞ്ഞെടുത്തു, ഈ തൊട്ടടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ടായിട്ട് മാറി എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു, അത്തരം കാര്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതെല്ലാം പോലീസ് പരിശോധിച്ച് വരുന്നു. എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഇവിടുത്തെ CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ശരി, നന്ദി പ്രസാദ് വിവരങ്ങൾക്ക്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുന്നു. നമസ്കാരം.